ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ ആ മഹാശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, പിതാവായ ദൈവത്തിൻ്റെ മഹാശക്തി ചൈതന്യം ഞങ്ങളുടെ മേലെ ആവസിക്കപ്പെടാൻ വേണ്ടി നിറയപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാം വചനം ഇപ്രകാരം പറയുന്നു: പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. നമ്മുടെ ഈ ജീവിത വഴിനാളുകളിൽ ഈ ഒരു വചനം വളരെ പ്രാധാന്യപ്പെട്ടതാണ്. കാരണം നമ്മുടെ ജീവിത പ്രതിസന്ധിയിലൂടെയൊക്കെ നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഒരു വചനം വളരെ വളരെ പ്രാധാന്യപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ആവസിക്കും. ഈ വചനം വളരെ പ്രാധാന്യപ്പെട്ടതാണ്. കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് അറിവുണ്ട്. കാരണം ഒരുപാട് നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചു വരുന്ന അറിവുകൾ, സ്കൂൾ ജീവിതം മുതൽ കോളേജ് ജീവിതം വരെ ഒക്കെ, നമ്മളിപ്പം ഡോക്ടറേറ്റ് എടുക്കുന്നവരെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒത്തിരി അറിവുകളുണ്ട്. നമ്മളിനി സമൂഹത്തിൽ ജീവിച്ച് വരുമ്പോൾ നമ്മൾ കണ്ട് കേട്ട് ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന അറിവുകളുണ്ട് ഒത്തിരി. സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കാലാവസ്ഥാപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം നമുക്ക് അറിവുകളുണ്ട്. ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഒത്തിരിയേറെ ചർച്ചകളൊക്കെ ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്. പല പല ചർച്ചകളും, പ്രത്യേകിച്ച് ഇന്നതാണോ ശരി, ഇന്നതാണോ തെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ശരി തെറ്റുകൾ തമ്മിലുള്ള കുറേ ചർച്ചകൾ. ഇനി ഇതാണോ കറക്റ്റ്, അതാണോ കറക്റ്റ്, ഇതാണോ സത്യം, അതാണോ അസത്യം എന്നൊക്കെ പറഞ്ഞു പോകുന്ന കുറേ ചർച്ചകളൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ ചർച്ചയിലൊക്കെ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് കുറേ അറിവുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം ശരി തന്നെ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നമുക്ക് ഒരു ജീവിത പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഈ കണ്ട, ഈ കേട്ട, ഈ സ്വായത്തമാക്കിയ ഒരു അറിവും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യത്തില്ല. ആ സമയം നമ്മൾ നിശ്ചലമായി പോകും. അതേസമയം ഈ സെയിം പ്രോബ്ലമായിട്ട്, ഇതേ വിഷയമായിട്ട് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ വിഷയമായിട്ട് മറ്റൊരു വ്യക്തി നമ്മുടെ അടുത്ത് വന്നാൽ, മറ്റൊരു വ്യക്തി അതേ വിഷയം നമ്മുടെ കയ്യിൽ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ വ്യക്തിയെ ഉപദേശിച്ച് എല്ലാം ശരിയാക്കി ആ വ്യക്തി സേഫ് ആവുന്ന വരെയുള്ള ഒരു ഗൈഡൻസ് കൊടുത്ത് നമ്മൾ വേണേൽ സേഫ് ആക്കി വിടും. അതേ പ്രതിസന്ധി അതേ ഡയമെൻഷനിൽ നമ്മുടെ നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിടിവിട്ടു പോകും. കാരണം നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യത്തില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഈ ബുദ്ധി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യത്തില്ല. ഈ സ്വായത്തമാക്കിയെടുക്കുന്ന ബുദ്ധികൾ വർക്ക് ചെയ്യത്തില്ല. അതൊരു റിയൽ ഫാക്റ്റാണ്. എനിക്കൊക്കെ 100 കണക്കിന് അനുഭവങ്ങളുണ്ട്. കാരണം എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട വിഷയം വരും, ഇതൊന്നും നമുക്ക് അണഞ്ഞു പോകും. വി ആർ ഇൻ ദ ബ്ലാങ്ക് സ്റ്റേറ്റ്. ബ്ലാങ്ക് ആയി പോകും. അതാണ് ഇപ്പോൾ പെട്ടെന്ന് കുടുംബത്തിൽ പെട്ടെന്നൊരു കടബാധ്യത വന്നു, പെട്ടെന്ന് രോഗം കയറി വന്നു, അല്ലെങ്കിൽ ഒരു തകർച്ച നേരിടേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു മഹാമാരി ആഞ്ഞു വീശുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിതത്തിൽ നിർണായക ഘട്ടത്തിൻ്റെ മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ ജോലി കിട്ടാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ബിസിനസ് പൊട്ടുന്നൊരവസ്ഥ. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കായി പോവുക, നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് വായിച്ച് കേട്ടിട്ടുണ്ട്. അനേകം കോടികൾ സമ്പാദിച്ച ധനികന്മാർ നമ്മുടെ ഈ നാട്ടിൽ തന്നെയുണ്ട് ഇഷ്ടം പോലെ. അവരൊക്കെ ഇങ്ങനെ പുറത്തും അവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ട് വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവർ, അവരുടെയൊക്കെ ബിസിനസ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒന്ന് നഷ്ടത്തിലാവുന്നു. അടുത്ത ദിവസം നമ്മൾ കേൾക്കുന്നത് ഒരു 3 നിലയുടെ മുകളിൽ നിന്നൊക്കെ ചാടി മരിക്കുന്നു. കാരണം പ്രത്യാശ അറ്റു പോവുക. ദ ലോസ് ദെയർ ഹോപ്പ്. പ്രത്യാശ നശിക്കുന്നു. കാരണം അവർ സ്വായത്തമാക്കാത്ത അറിവുകളാണോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ കോടികളൊക്കെ സമ്പാദിക്കുന്ന ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇല്ലായ്മയെന്നാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ അവർ നേടിയെടുത്ത അറിവുകൾ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അനുഭവത്തിലൂടെയൊക്കെ അറിവുകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, അല്ലെ പെട്ടെന്ന് രോഗം വരുമ്പോൾ, ഒരു ദുരിതം വരുമ്പോൾ, ഈ പഠിച്ച് സ്വായത്തമാക്കി വെച്ചിരിക്കുന്ന അറിവ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യത്തില്ല.
നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മളെ തള്ളിയിടും. കാരണം ഒന്നും വർക്ക് ചെയ്യത്തില്ല. ബൈബിളിൽ 1-2 എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ശരിക്കും ഈ നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ നമ്മുടെ തലയ്ക്കകത്തുണ്ട് ഇതിൻ്റെ ഐഡിയാസ് കാര്യങ്ങളെല്ലാം. പക്ഷേ ഈ സാധനം ഇന്നതിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊരു ബോധ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. കാരണം ഈ പ്രതിസന്ധിയിൽ ഈ ബുദ്ധിയെ കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഒരു വചനമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നമ്മുടെ മേൽ ആവസിക്കും. ഉദാഹരണം, പരിശുദ്ധ അമ്മയോട് മാലാഖ വന്ന് പറഞ്ഞു, നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു പ്രതിസന്ധി വരികയാണ്. അന്നത്തെ യഹൂദമത സംസ്കാരമാണ്, നമുക്കറിയാം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വല്ല ഗർഭിണിയായി കണ്ടു കഴിഞ്ഞാൽ ചെന്ന് കല്ലെടുത്ത് എറിഞ്ഞു കൊല്ലും. കാരണം അത്രയും വലിയൊരു പ്രതിസന്ധിയായി സംഭവം. അങ്ങനെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ബുദ്ധി അണഞ്ഞുപോയി. വേവലാതിപ്പെടാൻ തുടങ്ങി. ഇതെങ്ങനെ സംഭവിക്കും? ഞാനൊരു വേശ്യയല്ല, ഞാൻ ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, വിവാഹിതയല്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ പറയുന്നു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, എന്നിട്ടും ഒരു അനക്കമില്ല. കാരണം പരിശുദ്ധാത്മാവിനാലാണ് ഗർഭം ധരിച്ചത്, അല്ല ശരിയല്ലേ? എൻ്റെ പരിശുദ്ധാത്മാവ് വന്നു, എന്നിട്ടും ഒരു അനക്കമില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും വെപ്രാളമായപ്പോൾ മാലാഖ അടുത്ത ഒരു വചനം കൂടി പറയാണ്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഈ ശക്തിയുടെ ആവാസം നമുക്ക് കൂടിയേ തീരൂ. ഈ ശക്തി എന്ന് പറയുന്നത് ദൈവപിതാവിൻ്റെ ജ്ഞാനമാണ്. ഈ ജ്ഞാനത്തിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടിയേ പറ്റൂ. അപ്പോഴവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യുന്നതൻ്റെ ശക്തി വന്നിട്ട് ഈ പരിശുദ്ധ അമ്മയുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ അറിയുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ, ശരിയല്ലേ? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. ചിലർ ഈ അറിവിൻ്റേതായിട്ടുള്ള ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അവർ വിചാരിക്കുന്നത് അവരറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ലോകം, അതിലാണെല്ലാം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നവരൊക്കെ ഉണ്ട് ഈ അറിവിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഈ അറിയുന്ന കാര്യങ്ങൾ നന്മയാണോ തിന്മയാണോ എന്നുള്ള തിരിച്ചറിവിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സോളമൻ പ്രാർത്ഥിക്കുന്നത്, ഈ ജനത്തെ ഭരിക്കാൻ തക്കവണ്ണം നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വിവേകവും ജ്ഞാനവും ദൈവമേ നീ എനിക്ക് തരണേ. ദൈവം പറയുന്നുണ്ട്, നീ ചോദിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ദാനമാണ്, ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നീ ചോദിച്ചത്, അതുകൊണ്ട് നിനക്ക് ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് തരുമെന്നാണ് പറയുന്നത്. നമുക്കും ആഗ്രഹിക്കേണ്ട ഈ ജ്ഞാനമാണ്, ഈ ശക്തിയുടെ ഒരു അഭിഷേകമാണ്, ഒരു ശക്തിയുടെ ഒരു ആവാസമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ശക്തി വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇങ്ങനെ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ വന്നിട്ട് ഇതിൻ്റെ എറേഴ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യും. നേരെ നമ്മുടെ തലയ്ക്കകത്ത് വന്നിട്ട് ഈ എറേഴ്സൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു പ്രതിസന്ധിയിൽ എന്ത് തീരുമാനം എടുക്കണം, എന്തിനാണ് ഇത് തന്നിരിക്കുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ചെയ്യരുതാത്തത്, എങ്ങോട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് ഞാൻ നോക്കേണ്ടാത്തത്, എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്, എന്താണ് ഞാൻ സംസാരിക്കേണ്ടാത്തത്, ഇതെല്ലാം ഈ സാധനം നമുക്ക് വന്ന് പറഞ്ഞു തരും. ഇത് നമ്മുടെ തലയ്ക്കകത്ത് വരണം, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ തരണം ചെയ്യാനായിട്ടുള്ള ഒരു വഴി നമുക്ക് തെളിഞ്ഞു കിട്ടത്തുള്ളൂ. അപ്പോൾ മാലാഖ പറയാണ്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആവസിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ബ്രെയിൻ ഒരുപക്ഷെ ട്യൂൺ ചെയ്യാൻ തുടങ്ങി കാണും. കാരണം അമ്മയ്ക്കുള്ളിൽ അറിയാം, കാരണം ഈ ഒരു പുത്രൻ്റെ ഒരു ജനനത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നവളാണ് അമ്മയും, ഒരുങ്ങിയിരുന്ന കന്യകൾ ഒരാളാണ് അമ്മയും. അമ്മയ്ക്കിതെല്ലാം അറിയാം, ഒരു കന്യകയിൽ നിന്നാണ് പുത്രൻ ജനിക്കുക. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ പ്രതിസന്ധിയിലകപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ ഈ ശക്തിയുടെ ആവാസം വന്നു കഴിഞ്ഞപ്പോൾ ഈ സംഭവം മാറിയിട്ട് ഇതിങ്ങനെ ഒന്ന് റിവീൽ ചെയ്യുവാണ് സംഭവങ്ങൾ കംപ്ലീറ്റ്. ആ ബുദ്ധി പ്രകാശിക്കാൻ തുടങ്ങി. ഉടനെ പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാവട്ടെ. അതങ്ങ് ടേക്കപ്പ് ചെയ്യുക. മറികടക്കാനുള്ള ആ ഒരു ശക്തി, അത്യുന്നതൻ്റെ ശക്തി അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് തന്നെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം കർത്താവ് ഇവരെ കൂടെ തന്നെ കൊണ്ട് നടത്തി എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, നന്മയെക്കുറിച്ച്, തിന്മയെക്കുറിച്ച് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. പീഡാസഹനത്തെക്കുറിച്ച്, ഉയർപ്പിനെക്കുറിച്ച്, വീണ്ടും വരവിനെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇവരെ പഠിപ്പിച്ചു കൊടുത്തിട്ട് കർത്താവിനെ പിടിച്ച് ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ, കർത്താവിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കും ഇവരുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി വന്നു. അവരുടെയും ബുദ്ധി അണഞ്ഞുപോയി കഴിഞ്ഞാൽ പിന്നെ 4 പാട് നമ്മൾ ഓടാൻ തുടങ്ങും. അല്ലേ? നമ്മളും ഇങ്ങനെയല്ലേ? ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ 4 പാട് ഓട്ടമാണ്. എന്ത് ചെയ്യണോ നമുക്കറിയത്തില്ല. 4 പാട് ഓട്ടമാണ്.
നമുക്കൊന്ന് ശാന്തമായിട്ട് ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഭയങ്കര കാട് കയറി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങോട്ടോടും ഇങ്ങോട്ടോടും വല്ലതും നടക്കുക ഒന്നുമില്ല. ഇനി ഇവർ 4 പാടും ചെതറി ഓടാൻ തുടങ്ങി. എന്നിട്ട് കുറേ എണ്ണം പറഞ്ഞ് നമുക്ക് ഇനി ഒരു രക്ഷയില്ല, കാരണം നേതാവ് പിടിക്കപ്പെട്ടാൽ അണികളൊക്കെ ചെതറിക്കപ്പെടുമല്ലോ. യേശുവിനെ പിടിച്ചു, വധിച്ചു. ഇനി ഇല്ല, നമ്മുടെ ജീവിതമൊക്കെ തീർന്നു. രാജാവാകും, നമ്മളൊക്കെ മന്ത്രിയാകും, വലിയ ഉദ്യോഗസ്ഥരാകും എന്നൊക്കെ പറഞ്ഞിരുന്നവർ അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിടേണ്ടി വരുമ്പോൾ അവരിതിങ്ങനെ തകിടം മറിഞ്ഞ് ചുറ്റുപാട് ഓടാൻ തുടങ്ങി അവരുടെ ജീവിതത്തിൽ. കുറേ എണ്ണം പറഞ്ഞ് നമുക്കിനി പഴയ പണിയിലേക്ക് തന്നെ പോകാം, വലയെടുത്ത് മീൻ പിടിക്കാൻ ചെന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ലൂക്കായുടെ സുവിശേഷം 24:49 കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വർഗാരോഹണത്തിന് മുമ്പ് അവരോടൊരു കാര്യം പറയാണ്. എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങൾ ഓടണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ 4 പാടും ചെതറി ഓടരുതേ. കാരണം ഇപ്പം നിങ്ങളുടെ ബുദ്ധി അണഞ്ഞിരിക്കുകയാണ്. കാരണം ആത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കും. ഇത് സ്വീകരിച്ചു, എന്നിട്ട് ഇവർക്ക് ടെൻഷനാണ്. കാരണം ഈ ആത്മാവിൻ്റെ ചൈതന്യം ഉള്ളിലുണ്ട്. ഈ ശക്തി വന്ന് നമ്മളെ ജ്വലിപ്പിക്കണം, ഇതിനെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങണം ഈ സാധനം. അങ്ങനെ ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ യേശു തമ്പുരാൻ പറയുകയാണ് ലൂക്ക 24:49 നിങ്ങളൊന്നും വിഷമിക്കേണ്ട, ഇതെനിക്ക് മനസ്സിലായി, ഇതിന് കാരണം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ നേരെ ചെന്ന് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം ജെറുസലേം വിട്ട് പോകരുത്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം, അവിടെയും ഈ ദൈവപിതാവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. അത് കഴിഞ്ഞപ്പോൾ നേരെ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഇവരെ പിടിച്ചേൽപ്പിച്ചു. കാരണം ഈ അമ്മയ്ക്കറിയാം ഈ ശക്തിയുടെ രഹസ്യം എന്താണെന്ന്. കാരണം പണ്ട് ഈ അമ്മ ഇതുപോലൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ ഈ ശക്തിയുടെ ഒരു ആവാസത്തിൽ അമ്മയുടെ ആ പ്രതിസന്ധി അമ്മ മറികടന്നതാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ശക്തി എന്താ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഈ ശക്തി എൻ്റെ പുത്രൻ്റെ ശിഷ്യന്മാർക്ക് ആവശ്യമാണ്. ഈ ശക്തി നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഈ ശക്തി കിട്ടാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ ഇതുങ്ങളെയൊക്കെ പിടിച്ച് ഏൽപ്പിക്കുന്നത്. അപ്പം ഒരു തള്ളക്കോഴി ഇങ്ങനെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ ഇടയിൽ കാത്തു സൂക്ഷിക്കുന്ന പോലെ പരിശുദ്ധ അമ്മ അവളുടെ കാപ്പ കൊണ്ട് ഈ ശിഷ്യഗണത്തെ മുഴുവൻ ഒരു ചിറകിൻ്റെ കീഴിൽ കാത്തു സൂക്ഷിക്കുന്ന പോലെ കാപ്പ കൊണ്ട് പൊതിഞ്ഞ് അമ്മയുടെ തണലിൽ അവരിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവരിരുന്ന് കാത്തിരിക്കാൻ തുടങ്ങി. അതും എവിടാ കാത്തിരുന്നത്? ജെറുസലേമിലാണ് കാത്തിരുന്നത് അല്ലേ? അവിടെ വെച്ചല്ലേ യേശുവിനെ പിടിക്കുന്നത്, വധിക്കുന്നത്. കാരണം ആ പ്രതിസന്ധിയുടെ നടുക്ക് തന്നെ അവർ കാത്തിരിക്കുന്നത്. അവിടുന്ന് ഓടിപ്പോയിട്ട് വേറെ ഏതെങ്കിലും ഏഷ്യയിലോ ജപ്പാനിലോ അവിടെ ഇവിടെയോ അല്ല കാത്തിരുന്നത്, ആ ജെറുസലേമിൽ തന്നെയാണ് കാത്തിരുന്നത്. കാരണം ആ പ്രതിസന്ധിയുടെ നടുക്കാണ് കാത്തിരുന്നത്. ഈ ശക്തിയുടെ ആവാസത്തിന് വേണ്ടി അവരിയ്ക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെന്തക്കോസ്ത ദിനം സമാഗതമാകുന്നത്. അപ്പസ്തോല പ്രവർത്തനം 2:8 പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ലോകമെങ്ങും പോയി നിങ്ങൾ ഒരു സുവിശേഷമായി മാറും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ ശക്തിയുടെ ആവാസമാണ് അവിടെ സംഭവിച്ചത്. കാരണം ഉന്നതത്തിൽ നിന്നുള്ള ശക്തി അവരുടെ മേൽ ആവസിച്ചു. ഉള്ളിലെ ആത്മാവിനെ, ഉള്ളിലേക്ക് യേശു നേരത്തെ നൽകപ്പെട്ടിരുന്ന നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് കത്താൻ തുടങ്ങി. ഈ ശക്തി വന്നിട്ട് കത്തിക്കാൻ തുടങ്ങി, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ തുടങ്ങി, ശിഷ്യന്മാരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ തുടങ്ങി. ഓരോ കാര്യങ്ങൾ, ഇവർ കേട്ട കാര്യങ്ങൾ പുറകോട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഴയ നിയമങ്ങൾ കംപ്ലീറ്റ് ഇവർ കോർത്തിണക്കാൻ തുടങ്ങി. നേരെ ആ ഒരു ശക്തിയുടെ അഭിഷേകത്തിൽ പത്രോസ് എണീറ്റ് നിന്ന് ഈ ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിൽ വചനം കോട്ട് ചെയ്ത് പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങി. ആത്മാവിൻ്റെ ശക്തിയാൽ ആദ്യത്തെ പ്രസംഗം 3000 പേര് മാനസാന്തരപ്പെട്ട് സഭയിൽ ചേർന്നു. കാരണം പത്രോസിൻ്റെ പ്രസംഗം നമുക്ക് അപ്പസ്തോല പ്രവർത്തനത്തിൽ കാണാൻ പറ്റും. പഴയ നിയമങ്ങളെല്ലാം കോർത്തിണക്കിയ പത്രോസ് പ്രസംഗിക്കുന്നത്. ഒരു മുക്കുവന് എവിടുന്ന് കിട്ടി ഇത്രയും ഒരു വാക്ചാതുര്യം, ഒരു ജ്ഞാനം? എടുത്തുചാട്ടക്കാരന്, തള്ളിപ്പറഞ്ഞവന് എവിടുന്ന് കിട്ടി ഇത്രയും ജ്ഞാനം? ഈ ഒരു ശക്തിയുടെ ആവാസമാണ്. അവരെ നയിക്കാൻ തുടങ്ങി, പ്ലാൻ ചെയ്യാൻ തുടങ്ങി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊരു പ്ലാൻ ചെയ്യണം. ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് നമുക്കൊരു വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാവണം. ഇതിനെ എങ്ങനെ മറികടക്കും? ഇപ്പം ഇവിടുന്ന് നമുക്കിപ്പം ഉദാഹരണം ഇപ്പം ബോംബെക്ക് പോകണം. നമുക്ക് എങ്ങനെ പോകണം? ഏത് വഴിക്ക് പോകണം? അതിൽ വരുന്ന സ്ട്രഗിൾസിനെയൊക്കെ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യണം? ഇനി അവിടെ എന്തെങ്കിലും സ്റ്റക്കായി നമുക്ക് വേറെ ഏതെങ്കിലും വഴിക്ക് തിരിയാൻ പറ്റും. ഇങ്ങനെ നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണം. പ്ലാനിങ് ഇല്ലാതെ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു പ്ലാനിങ് വേണ്ടേ? എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകും? ഇപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ ഒരു കല്യാണം വരുന്നു, നമുക്ക് വ്യക്തമായൊരു പ്ലാനിങ് വേണ്ടേ?
നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചിലവ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത്, അല്ല ഇത്ര രൂപ നമുക്ക് ചിലവാക്കാനുണ്ടോ, എങ്ങനെയാണ് നമ്മൾ നടത്തേണ്ടത്, അല്ലെങ്കിൽ ഇന്ന പോലെ ഒരു സംഭവം. ഇപ്പം നമുക്കിപ്പോൾ സ്റ്റുഡൻസൊക്കെ ഒരു ഈ +2 ഒക്കെ കഴിഞ്ഞിട്ട് പുതിയൊരു കോഴ്സിന് പോകണം, അല്ലെ പുതിയൊരു കോഴ്സ് പഠിക്കണം. ഏത് കോഴ്സ് പഠിക്കണം, എങ്ങനെയൊക്കെ പോകണം, ഇതൊക്കെ നമുക്കൊരു വ്യക്തമായൊരു പ്ലാനിങ് ഉണ്ടാവണ്ടേ. ശരിക്കും നമുക്കൊരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ, നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പ്ലാൻ ചെയ്തതൊക്കെ ഈ ഒരു ശക്തിയുടെ ആവാസം കഴിഞ്ഞിട്ടായിരുന്നു. ശിഷ്യന്മാരിരുന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. സഭയ്ക്ക് ഒരു രൂപം കൊടുക്കാൻ തുടങ്ങി. അതിന് ഒരു സ്ട്രക്ചർ ഉണ്ടായി, അതിന് ഒരു നേതാവുണ്ടായി, അതിനൊരു മാർപ്പാപ്പയുണ്ടായി, അല്ലേ? പത്രോസ് മാർപ്പാപ്പ ഉണ്ടായി അവിടെ. കാരണം അതിനൊരു ഘടന രൂപപ്പെടുത്തി എടുത്തു അവർ. കാരണം ഇതെല്ലാം ഈ ശക്തിയുടെ ആവാസത്തിന് ശേഷമാണ്. അതിനുശേഷം ഇവർ തീരുമാനിക്കുകയാണ്, ഇന്ന ആൾ ഇന്നിടത്തോട്ട് പോകണം, യോഹന്നാൻ എഫെസസിലേക്ക് പോകണം, തോമാസ് ലീഗ ഭാരതത്തിലേക്ക് പോകണം, ഇങ്ങനെ പത്രോസ് റോമായിലേക്ക് പോകണം, ഇങ്ങനെ ഇവർ അവിടെ നിന്നുകൊണ്ട് 4 ഭാഗത്തും സുവിശേഷമായി യാത്രയാകാൻ തുടങ്ങി. ഇതൊക്കെ ശക്തിയുടെ ആവാസത്തിന് ശേഷമാണ്. കാരണം ഈ ശക്തി നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ അങ്ങോട്ട് കത്തിക്കാൻ തുടങ്ങി, ജ്വലിക്കാൻ തുടങ്ങി, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ ഒഴുകാൻ തുടങ്ങി. ഇതൊക്കെ ശക്തിയുടെ ആവാസത്തിന് ശേഷമാണ്, ജ്ഞാനത്തിൻ്റെ അഭിഷേകത്തിന് ശേഷമാണ്. എന്താണ് തീരുമാനം എടുക്കേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, അവിടെ ചെന്ന് എന്ത് പറയണം. ശരിക്കും തോമാസ് ലീഗയുടെയൊക്കെ കാര്യം ഞാനൊക്കെ ഓർക്കാറുണ്ട്. ഞാനൊക്കെ മലയാറ്റൂർ മലയൊക്കെ എല്ലാ വർഷവും മിക്കവാറും കയറാറുണ്ട്. നമ്മളൊക്കെ എന്ത് ബുദ്ധിമുട്ടിയായി മല കയറുന്നത്. ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മനുഷ്യൻ എങ്ങനെ ഇതിനകത്ത് കയറിയിട്ടുണ്ടാവും? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അന്ന് ഈ കരടിയും ആനയും പുലിയും ഒക്കെ ഉള്ള ഈ കൊടും കാട്ടിൽ ആ മനുഷ്യൻ എങ്ങനെ അതിൻ്റെ മണ്ടയ്ക്ക് കയറി അവിടെ ഇരുന്നു? താപസനായിരുന്നു, മഹാതാപസനായിരുന്നു. ശരിക്കും ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, യേശുവൊക്കെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന തോമസ് അവിടെ ഇല്ല. തോമസ് എവിടെ പോയി? അവന് ഉയർത്തെഴുന്നേറ്റ് ഒരു കർത്താവിനെ തപ്പി ഇറങ്ങിയതായിരിക്കും. ധൈര്യവാനായ ഒരു തോമസ് ഉണ്ടേ. കാരണം ആ അഭിഷേകം വാങ്ങിച്ചിട്ട് ആ ശക്തിയുടെ ആവാസത്തിന് വേണ്ടി മലയുടെ മുകളിൽ, അത്രയും വലിയ മലയുടെ മുകളിലൊക്കെ കയറി ഇരുന്നിട്ട് ആ ശക്തിയുടെ ആവാസത്തിൽ നേരെ താഴെ വന്നൊരു ഒറ്റ തീയിട്ടു, അല്ലേ? ഒരു ഉന്നത കുലത്തിൽപ്പെട്ട ഒരു 5 ഫാമിലി മാമോദിസ സ്വീകരിച്ച സഭയിൽ ചേർന്ന് ആദ്യ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ഒറിജിനേറ്റ് ചെയ്യുവാണ്. എന്താ സംഭവം അത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമ്മളൊക്കെ ക്രിസ്ത്യാനിയാന്ന് പറയാൻ കാരണം ആ മനുഷ്യനാണ്. ചിന്തിച്ച് നോക്കിയേ, ശക്തിയുടെ ആവാസം. ഈ ഒരു ആവാസം നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിത പ്രതിസന്ധിയുടെ സമയത്ത് എടുക്കേണ്ട ഓരോ തീരുമാനങ്ങൾ ഈ ശക്തി നമുക്ക് പഠിപ്പിച്ച് തരണം. ഈ ശക്തിയുടെ ഒരു ആവാസം ഉണ്ടാവണം നമ്മുടെ തീരുമാനങ്ങളുടെ മേൽ, അല്ലേ? നമ്മൾ ഓരോ ദിവസം എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് നിർണായക ഘട്ടത്തിലൊരു കാര്യം ചെയ്യുന്ന മാത്രമല്ല തീരുമാനം. നീ എന്ത് കാണണം, നിന്റെ തീരുമാനം. നീ എന്ത് കേൾക്കണം, നീ എന്ത് പറയണം, നീ എന്ത് ചിന്തിക്കണം, നീ എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മുടെ തീരുമാനങ്ങളാണ്. ഈ തീരുമാനങ്ങളുടെ മേൽ ഈ ശക്തി ആവസിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാവണം. നമ്മുടെ ശുശ്രൂഷയുടെ മേൽ ഈ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടണം. ഈ ശുശ്രൂഷ തലങ്ങളുടെ മേൽ ഈ ആത്മാവിൻ്റെ ശക്തി വെളിപ്പെടണം. ഈ ശക്തിയാൽ നയിക്കപ്പെടുന്നവരായിരിക്കണം നമ്മൾ. അങ്ങനെ വരുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ ഇത് മറികടക്കാനുള്ള വഴികൾ ഈ ശക്തി നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ശക്തി നമുക്കില്ലാത്തതാണ് നമ്മുടെ ഈ നിരാശയ്ക്ക് കാരണം, നമ്മൾ പതറി ഓടാൻ കാരണം. ഈ ഒരു ശക്തി നമുക്കില്ല, ഇത് വാങ്ങിച്ച് നമ്മൾ എടുത്തിട്ടില്ല. ജ്ഞാനം എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്ന് പറയുന്നത്. കാരണം അത് നമുക്ക് വേണം, അതില്ലാതെ പറ്റത്തില്ല മുമ്പോട്ട് പോകാനായിട്ട്. ഒരു രോഗം വന്നു, എവിടെ കൺസൾട്ട് ചെയ്യണം, ആരെ കൺസൾട്ട് ചെയ്യണം? ഈ ഒരു ശക്തി നമുക്ക് പറഞ്ഞു തരണം, അല്ലെ? 2-3 ഒപ്പീനിയൻ എടുക്കണമെന്നൊക്കെയാണ് പറയണത്. പണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു അസുഖം വന്നു, ഇങ്ങനെ യൂട്രസിൽ ചെറിയൊരു മുഴയൊക്കെ വന്നു. അപ്പോൾ പെട്ടെന്ന് കൊണ്ട് കാണിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങ് സിസ്റ്റാണ്, 2-3 സിസ്റ്റൊക്കെയാണ്, പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളാകെ അങ്ങ് വെപ്രാളമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ 1-2 പേരോട് സജഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, പെട്ടെന്ന് അങ്ങ് വേറെ 1-2 ഒപ്പീനിയൻ എടുത്താൽ മതി, എന്നിട്ട് എനിക്ക് നന്നായിട്ട് ഒരു നല്ല കൃപയിൽ നിൽക്കുന്ന ഒരു ഡോക്ടറിനെ പരിചയപ്പെടുത്തി തന്നു. എന്നിട്ട് ആ ഡോക്ടറിൻ്റെ ഒരു ഒപ്പീനിയൻ എടുത്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് ഈ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ ചിരിച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയാണ്, ഇനി ആൻറ്റിക്ക് ബ്ലീഡിങ് ഉണ്ടാവത്തില്ല. അതൊരു പറച്ചിലാണേ, അഭിഷേകത്തിലൊരു പറച്ചിലാണേ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ആ ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, ചെറിയൊരു ഹോർമോൺ വേരിയേഷനൊക്കെ കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ മെൻസസ് ടൈമൊക്കെ സ്റ്റോപ്പ് ആകുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, കുറച്ചൊരു ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്താൽ മതി. ഒരു 6 മാസത്തേക്ക് ഒരു മെഡിസിൻ തന്നു. ഓരോ മാസം ഒരു 300-400 രൂപ മെഡിസിന് വരുന്നുള്ളൂ. ഒരു 2500 രൂപ മെഡിസിനിൽ സംഭവം തീർന്നു. ഇതാണ് നമ്മൾ ഈ 1.5 ലക്ഷം രൂപ അല്ലെ 2 ലക്ഷം രൂപ മുടക്കി കീഹോൾ സർജറി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോയത്. ഇനി സർജറി ആവശ്യമുള്ള ഘട്ടങ്ങളുണ്ട്, ആ ഘട്ടങ്ങളിൽ നമ്മൾ സർജറി ചെയ്തേ പറ്റൂ.
പക്ഷേ എല്ലാത്തിനും കയറി സർജറി ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറ്റുന്നത്? അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളും അങ്ങ് പെട്ടുപോവുക. ഇനി ഇരുന്ന് പൈസ എവിടുന്ന് ഉണ്ടാക്കും? നമുക്ക് നല്ലൊരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഇങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളും, ഇപ്പോൾ ഈ മഹാമാരിയുടെ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുന്നു, ജോലി നഷ്ടപ്പെടുന്നു. ഇതിനെ തരണം ചെയ്യാനായിട്ട് എന്ത് പ്രതിവിധി നമ്മൾ കണ്ടുപിടിക്കുന്നവരോട് മുമ്പോട്ട് പോകുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ശക്തിയുടെ ആവാസം നമുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ. ഞാനൊക്കെ ഈ ഒരു ചിന്ത, ഈ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഇങ്ങനെ ഇരുത്തി പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കും. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കും. വെളുപ്പിനൊക്കെ എണീറ്റിട്ട് ഞാൻ ഈ വചനം ഒരു 10-100 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. പരിശുദ്ധാത്മാവേ, സ്വർഗീയ പിതാവേ, നിൻ്റെ ശക്തി എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് ആവസിപ്പിക്കണമേ. ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കാറുണ്ട്. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയണമേ, അത്യുന്നതൻ്റെ ശക്തി അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ. കാരണം നമ്മൾ തന്നെ ഇത്രയും പ്രതിസന്ധി തരണം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ 10 ഇരട്ടിയായിരിക്കും തരണം ചെയ്യേണ്ടി വരുന്നത്. കാരണം അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തികളായിട്ട് പലരുടെയും മുമ്പിൽ പകച്ചു നിൽക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടവരരുത്. കാരണം നമ്മൾ ഈ പ്രതിസന്ധിയെ മറികടന്നാലേ നമ്മളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള കൃപ അവരിലേക്ക് നിറയത്തുള്ളൂ. അവരും മറികടന്നേ പറ്റൂ. അതുകൊണ്ട് ഈ ശക്തിയുടെ ആവാസം നമുക്ക് കൂടിയേ പറ്റൂ. അതുകൊണ്ട് ശിഷ്യന്മാരെ നയിച്ചതുപോലെ, പരിശുദ്ധ അമ്മയെ നയിച്ചതുപോലെ, വിശുദ്ധരെയൊക്കെ നയിച്ചതുപോലെ, സഭയുടെ ഓരോ സിറ്റുവേഷനിൽ ഓരോരുത്തരെ ഈ ശക്തിയുടെ അഭിഷേകത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയതുപോലെ, വിൻസെൻ്റ് ഫെററിനെയൊക്കെ ശക്തിയുടെ അഭിഷേകത്തിൽ ദൈവം നടത്തിയതുപോലെ നമ്മുടെ ഉള്ളിലും ഈ ശക്തി നിറയപ്പെടാൻ വേണ്ടി നമുക്കും ആഗ്രഹിക്കാം. ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ജോലി മേഖലകളിൽ, കുടുംബ മേഖലകളിൽ, നമ്മുടെ സാമൂഹികമായ സാമ്പത്തികമായ എല്ലാ തീരുമാനങ്ങളുടെ മേലും ഈ അത്യുന്നതൻ്റെ ശക്തി ആവസിക്കപ്പെടട്ടെ. പെട്ടിട്ട് ജ്ഞാനത്താൽ നയിക്കുന്നൊരു വ്യക്തികളായി നമ്മൾ മാറട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിൻ്റെ മേൽ ആവസിച്ച ശക്തിയുടെ മഹത്വം നിനക്കറിയാമല്ലോ. ആ ശക്തി നീ ശിഷ്യന്മാരെ ഒരുക്കി അവരുടെ മേലും ആവസിക്കാനായിട്ട് അവരെ ഒരുക്കിയെടുത്തല്ലോ. അതുപോലെ ഞങ്ങളും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അവൻ്റെ അത്യുന്നതൻ്റെ ശക്തിയാൽ നിറയപ്പെടാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുള്ളമേ. ആമേൻ.